കോടതി എന്തായാലും തെറ്റായിട്ടുള്ള രീതി ചെയ്യില്ലല്ലോ, അവർ ശരിയായിട്ടുള്ള രീതിയിലേ ചെയ്യുള്ളൂ. ദിലീപ് തെറ്റായിട്ടില്ല, അതിലേക്കും വെറുതെ വിട്ടത്. ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അയാൾ കുറ്റം ചെയ്യാൻ സാധ്യത കുറവെന്നാണ് നമ്മൾ വിചാരിച്ചത്. കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് വെറുതെ വിട്ടു. കോടതിയെ സംബന്ധിച്ചോളം അഭാവമാണെങ്കിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ദിലീപ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അവൻ ഒരിക്കലും ആ വഴി തിരഞ്ഞെടുക്കില്ല. നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. ഇത്തരത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ നടൻ കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തൻ ആക്കിയിരിക്കുന്നത്. അതേസമയം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ തന്നെ. കോടതി എന്തായാലും തെറ്റായിട്ടുള്ള രീതി ചെയ്യില്ലല്ലോ, അവർ ശരിയായിട്ടുള്ള രീതിയിലേ ചെയ്യുള്ളൂ. ദിലീപ് തെറ്റായിട്ടില്ല, അതിലേക്കും വെറുതെ വിട്ടത്. ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്നാണ് കോടതി. അത് കാണൂലിരിക്കാം, കോടതിക്ക് സത്യമല്ലേ വേണ്ടത്. അവർ കള്ളം പറയൂലല്ലോ, തെളിവ് അവരുടെ കയ്യിലുണ്ട്, അതാണ് ദിലീപിനെ വെറുതെ വിട്ടത്. തെറ്റിയതുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടേണ്ടതാണ് ചെയ്യേണ്ടത്. ചെയ്തില്ലെന്ന് അവർ ഉറപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഇറക്കി വിടുക, അതാണ് നമുക്ക് പറയാനുള്ളത്. ഈ കേസിൽ ഗൂഢാലോചന നടത്തിയെന്നതിന് തെളിവില്ല എന്നാണ് കണ്ടെത്തി. അത് അങ്ങനെയാണല്ലോ, ഉള്ളവർക്ക് നമ്മളെ പോലുള്ള ഭാഗങ്ങളാണെങ്കിൽ അവിടെ പിടിച്ചിടും. പണമുള്ളവന്മാർ അത് നൈസായിട്ട് വെളിയിലിറങ്ങും. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തെറ്റ് ചെയ്യും, കാരണം 1-2 കെട്ടി, പിന്നെ പോരാത്തോണ്ട് ഒരെണ്ണം കൂടെ കെട്ടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അവൻ്റെ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ശിക്ഷിക്കണം. കേട്ടിടത്തോളം നമുക്ക് എന്ത് പറയാൻ പറ്റും? കോടതി തീരുമാനിച്ചതിന് നമുക്കൊന്നും പറയാം. കോടതിയുടെ മുന്നിൽ എവിഡൻസ് ആണല്ലോ ആവശ്യം. തീരുമാനം നമുക്ക് കോടതിയുടെ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റൂല. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്, ഏത് കാര്യവും നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പറയാം. കാര്യം നമ്മൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ 10 വാക്കുകൾ നിങ്ങൾ കൊണ്ടുവരൂ, അയാളെ തൂക്കിക്കൊല്ലാനുള്ള 10 വരികൾ കൊണ്ടുവരൂ, അയാളെ കൊല്ലാനുള്ള 10 വാക്ക് ഞാൻ അതിൽ കാണിച്ചു തരാം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഫാക്റ്റ് കോടതിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. തെളിവുകളുടെ അഭാവത്തിലാണ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കി എന്നാണ് പറയുന്നത്. എന്നാണ് അറിയുന്നത്, ഞാൻ കണ്ടില്ല എന്നാണ് പറയുന്നത്. അഭാവം പിന്നെ ഇപ്പോൾ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സംബന്ധിച്ചോളം അഭാവമാണെങ്കിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. തെളിവുകളുമാണ് പ്രധാനം. തീർച്ചയായിട്ടും അതിന് വേണമെങ്കിൽ മറ്റുള്ള കേസുകളെ പോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴക്ക് പറയാം, അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഇത് പ്രകടിപ്പിക്കാന്നുള്ളതല്ലാതെ കോടതിക്ക് തെളിവില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതി അതിൻ്റെ തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫയലുകൾ പരിശോധിച്ചു. നടന്ന കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ദിലീപ് കുറ്റക്കാരനല്ലെന്നാണല്ലോ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞാൽ കാരണം 1ഉം 2ഉം പ്രതികളിൽ 6 പേരെ കുറ്റക്കാരനും 2 പേരെ വെറുതെ വിടുകയും ചെയ്തതായിട്ടാണ് ഞാൻ ഈ ന്യൂസിൽ കണ്ടത്. പിന്നെ അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അയാൾ കുറ്റം ചെയ്യാൻ സാധ്യത കുറവെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ കുറ്റം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം അവർക്ക് ഒരാളെ ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഏതെല്ലാം രീതിയിൽ ട്രാപ്പ് ചെയ്യാം. ഇവിടെ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. പ്രത്യേകിച്ചും സിനിമാ ലോകത്ത് ഞാനും കുറച്ച് ഓട്ടങ്ങളൊക്കെ ഓടിയിട്ടുള്ള ആളാണ്. സിനിമ നടി സുകുമാരിയെ കൊണ്ടൊക്കെ ഞാൻ ഒരുപാട് ഓട്ടം ഓടിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അന്നും ദിലീപിനെ പറ്റി ആ മരിച്ചുപോയ സുകുമാരി ചേച്ചി പോലും പറഞ്ഞ വാക്കിതാണ്, ദിലീപ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അവൻ ഇങ്ങനെ പറയുന്ന അവനെന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചത്. അവൻ ഒരിക്കലും ആ വഴി തിരഞ്ഞെടുക്കില്ല. പിന്നെ എന്താണ് അതിനകത്ത് സംഭവിച്ചു എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അന്വേഷണ ഏജൻസികളാണ്. അന്വേഷണം നടന്നപ്പോൾ അതിൻ്റെ പ്രോസിക്യൂഷനിൽ അവർക്ക് പൂർണ്ണമായി പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതെന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അയാൾക്ക് കുറ്റം വിമുക്തനായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. തെറ്റുകാരനാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടുകയും അയാളെന്നല്ല, ഏതൊരു മനുഷ്യനും ഒരു സ്ത്രീയുടെ ചാരിത്യം എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്.
അത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പിച്ച് ചിന്തിയിട്ട് പറയും അയ്യോ ഞാൻ ചെയ്തില്ല അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ചെറുപ്പക്കാർ പിള്ളേരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ സ്ത്രീകളും ഉണ്ട്. അയ്യോ അങ്ങനെ ചെയ്യില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ വേദന എന്താണെന്നുള്ള ഞാൻ കേൾക്കട്ടെ. ഈ സപ്പോർട്ട് ചെയ്യണവരെ വീട്ടിൽ തിരിഞ്ഞു നോക്കാത്തത് അവരെ വീട്ടിലും പെൺപിള്ളേരുണ്ടോന്ന് ഈ സപ്പോർട്ട് ചെയ്യണവരെ വീടുകളിൽ പോയി ഇവന്മാരെ കൊണ്ടുവന്ന് പാർപ്പിച്ച് നോക്കട്ടെ. ഏതായാലും അയാൾ കുറ്റക്കാരന് അല്ലെന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ കുറ്റക്കാരനല്ലാതിരുന്നിട്ടും അല്ലാതിരുന്നിട്ട് കോടതി കണ്ടെത്തി വെറുതെ വിട്ട രീതി അനുസരിച്ച് ജയിലിൽ കിടന്നതിൻ്റെ ശിക്ഷ, ആ വേദന, അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഹൃദയവേദന എത്ര സഹിക്കേണ്ടി വരും. നമ്മളിപ്പോൾ കേൾക്കുന്ന ഇതിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് നമുക്കും അറിയുള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ജുഡീഷ്യറി നല്ലൊരു തീരുമാനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ ആൾക്കാരുടെ പവർ കൊണ്ടോ കാര്യങ്ങളോ ചിലപ്പോൾ സമർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളോ അതിലുണ്ടായിരിക്കാം. പെട്ടെന്ന് സ്ഥാനങ്ങൾ മാറി 8ാം സ്ഥാനത്തോട്ട് പുള്ളി മാറി പ്രതിസ്ഥാനത്തോട്ടൊക്കെ മാറിപ്പോയ കാര്യങ്ങളും കഥകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും. ജുഡീഷ്യറിയിലുള്ള വിശ്വാസം മനുഷ്യർ സാധാരണക്കാർ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പോലെ തന്നെ നല്ലതായിരിക്കണം അത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് വെറുതെ വിട്ടു. കുറ്റം ചെയ്തിരുന്നെങ്കിൽ അകത്താവുമല്ലോ. അവരതിനുള്ള തെളിവ് കൊടുത്തില്ലല്ലോ. തെളിവുകളില്ലല്ലോ. ഉണ്ടെന്ന് പറഞ്ഞല്ലാതെ ഒന്നും അവർ തെളിയിക്കാൻ കോടതിക്ക് പറ്റിയില്ലല്ലോ. ജനങ്ങൾ നമ്മളോട് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും, കാലം അവർക്കുള്ള മറുപടി നൽകും. അതുകൂടാതെ തെളിവുകളാണല്ലോ കോടതിക്ക് പ്രധാനം. തെളിവുകളുടെ അഭാവത്തിൽ കൂടിയാണ് ദിലീപിനെ കുറ്റവിമുക്തൻ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപ് ചിലപ്പോൾ നിരപരാധി ആയിരിക്കാമെന്നുള്ള നിരീക്ഷണവും ജനങ്ങൾ നടത്തുന്നുണ്ട്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.